മനസ്സിലായോ? ദൈവത്തിന് എല്ലാവരോടും പൊതുവായിട്ട് പറയുമ്പോൾ എല്ലാവരോടും ദൈവത്തിന് സ്നേഹമുണ്ട്. പക്ഷേ ദൈവത്തിന് കൂടുതൽ സ്നേഹമുള്ളവരുണ്ട്. ഹല്ലേലൂയ. അതാണ്, കൂടുതൽ സ്നേഹമുള്ളവരുണ്ട്. എനിക്ക് അടുപ്പമുള്ളവരോട് പറയുന്ന, അല്ലെങ്കിൽ അവരെ ഞാൻ ചൊടിപ്പിക്കുന്ന ഒരു കാര്യം അതാണ്, നിന്നെക്കാളും യേശുവിന് എന്നോടാണ് സ്നേഹം. ഹല്ലേലൂയ. അത് നിങ്ങൾക്കും പറഞ്ഞ ആളുകളെ ചൊടിപ്പിക്കാം. എന്താണ് നിങ്ങൾക്ക്, എന്നിട്ട് കർത്താവ് അത് പ്രൂവ് ചെയ്യുന്നത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. നിന്നെക്കാളും എന്നോടാണ് സ്നേഹം. ഹല്ലേലൂയ. അതായത് അപ്പോൾ അതെങ്ങനെയാണ് നമ്മളോട് കർത്താവിന് സ്നേഹം കൂടുന്നത്? നമ്മൾ കർത്താവിനെ കൂടുതൽ സ്നേഹിക്കുന്നതിനനുസരിച്ചാണ്. മനസ്സിലാവുന്നുണ്ടോ? അതിനകത്ത് വേറെ ഒന്നുമില്ല. വേറെ ഒരു യോഗ്യതയും ദൈവം നോക്കത്തില്ല. നിങ്ങൾ എന്തോരം യേശുവിനെ സ്നേഹിക്കുന്നോ അത്രയും പിതാവ് നിങ്ങളെ സ്നേഹിക്കും. ഹല്ലേലൂയ. നിങ്ങൾ എന്തോരം യേശുവിനെ സ്നേഹിക്കുന്നോ അത്രയും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. കാരണം യേശുവിനെ സ്നേഹിക്കുന്നവരെ പിതാവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബൈബിളിൽ നിന്ന് എനിക്ക് മനസ്സിലായ ആദ്യത്തെ കാര്യം ഇതാണ്: ദൈവത്തിന് നമ്മളെക്കുറിച്ച് സന്തോഷം തോന്നണമെങ്കിൽ ഒന്നാമത്തെ കാര്യം, നമ്മൾ യേശുവിനെ ഇങ്ങനെ അങ്ങ് കണ്ണും പൂട്ടി സ്നേഹിക്കണം. രണ്ടാമത്തെ, സ്നേഹിക്കണം, ഞാൻ വിശ്വസിക്കണമെന്നാണ്. വിശ്വസിക്കണമെന്ന് പറയുമ്പോൾ എല്ലാവരും പറയും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ടാണ് ഞാൻ സ്നേഹിക്കണമെന്ന് പറഞ്ഞത്. വിശ്വസിക്കുന്ന എല്ലാവർക്കും സ്നേഹമൊന്നുമില്ല. അപ്പോൾ സ്നേഹിക്കണം. രണ്ടാമത്തെ കാര്യം, ഈശോ പറഞ്ഞു സ്വർഗത്തിൽ വലിയ സന്തോഷം ഉണ്ടാവും. ആരെക്കുറിച്ച്? അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച്. നിങ്ങൾ അനുതാപമുള്ളവരാണെങ്കിൽ പിതാവിന് നിങ്ങളോട് ഭയങ്കര സ്നേഹമായിരിക്കും. അനുതാപമുള്ളവരാണെങ്കിൽ എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ ചെറിയ തെറ്റുകൾ പോലും നിങ്ങളെ ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ, നിങ്ങൾ തെറ്റുകളെ ന്യായീകരിക്കാത്ത ആളുകളാണെങ്കിൽ, ഇപ്പം എന്തെങ്കിലും ഒരു തെറ്റാരെങ്കിലും ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് അതിനെ ന്യായീകരിച്ച് അതിനെ നീതീകരിച്ച് അങ്ങനെ ചെയ്യാത്ത, നിങ്ങൾ അനുതപിക്കുന്ന ഒരാളാണെങ്കിൽ, ഒരു കാര്യം തെറ്റാണെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ അനുതപിക്കുന്ന ഒരാളാണെങ്കിൽ, അനുതപിക്കുന്ന ഒരാളോട് പിതാവായ ദൈവത്തിന് വലിയ സ്നേഹമായിരിക്കും.